അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹം ഒരു ദിവസം നടക്കുന്ന ചടങ്ങല്ല, ഒരു മണിക്കൂർ നീളുന്ന വേദിയല്ല, ഒരു ഫോട്ടോഷൂട്ടല്ല. വിവാഹം ഒരു ജീവിതയാത്രയാണ്. ഈ യാത്ര ചിലരെ ശാന്തിയിലേക്ക് നയിക്കുന്നു, ചിലരെ കണ്ണിനിലേക്ക് നയിക്കുന്നു, ചിലർക്കു ജന്നത്തിലേക്കുള്ള വഴിയാകുന്നു, ചിലർക്ക് ക്ഷീണത്തിലേക്കുള്ള വഴിയാകുന്നു. ഇതൊന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഓരോ വിവാഹത്തിന്റെയും പിന്നിൽ ഒരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം ശരിയെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പോലും ജീവിതം തകർക്കില്ല. അടിസ്ഥാനം തെറ്റിയാൽ ചെറിയ കാര്യം പോലും വലിയ കലഹമാക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവാഹം നിലനിൽക്കാനുള്ള രഹസ്യമല്ല, വിവാഹം സുഖകരമാകാനുള്ള വഴിയുമല്ല, വിവാഹം അല്ലാഹുവിന്റെ അടുക്കൽ ബറക്കത്തുള്ളതാകാൻ ആവശ്യമായ 5 നിബന്ധനകൾ. ബറക്കത്ത് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നു, പക്ഷേ അതിന്റെ ആഴം പലർക്കും വ്യക്തമായിട്ടില്ല. ബറക്കത്ത് എന്നത് കൂടുതൽ ലഭിക്കുന്നത് മാത്രമല്ല, ബറക്കത്ത് എന്നത് ലഭിക്കുന്നതിൽ നന്മ നിറയുക എന്നതാണ്. ഒരു വീട്ടിൽ വരുമാനം കുറവായിരിക്കാം, പക്ഷേ മാസം അവസാനിക്കുമ്പോൾ വലിയ കടങ്ങളില്ല, മുഖങ്ങളിൽ പുഞ്ചിരിയുണ്ട്, ഹൃദയങ്ങളിൽ സമാധാനമുണ്ട്. ഇതാണ് ബറക്കത്ത്. മറ്റൊരു വീട്ടിൽ വരുമാനം വളരെ അധികമായിരിക്കാം, പക്ഷേ എപ്പോഴും സാമ്പത്തിക സമ്മർദ്ദം, എപ്പോഴും വഴക്ക്, എപ്പോഴും അസന്തോഷം. ഇതാണ് ബറക്കത്തില്ലായ്മ. ബറക്കത്ത് എന്നത് വസ്തുക്കളിൽ മാത്രം വരുന്ന ഒന്നല്ല. സമയത്തിൽ ബറക്കത്തുണ്ടാകും, ബന്ധങ്ങളിൽ ബറക്കത്തുണ്ടാകും, ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകും, മനസ്സിൽ ബറക്കത്തുണ്ടാകും. സമയമുള്ളവൻ അനേകം, പക്ഷേ സമയം ഉപയോഗിക്കാൻ കഴിയുന്നവൻ കുറവാണ്. ഇതാണ് ബറക്കത്തിന്റെ വ്യത്യാസം. പണമുള്ളവരനേകം, പക്ഷേ പണം കൊണ്ട് സമാധാനം വാങ്ങാൻ കഴിയുന്നവർ കുറവാണ്. അല്ലാഹു ചിലർക്ക് കുറച്ചു കൊടുക്കും, പക്ഷേ അതിൽ വലിയ നന്മ വയ്ക്കും. ചിലർക്ക് വളരെ അധികം കൊടുക്കും, പക്ഷേ അതിൽ പരീക്ഷ വയ്ക്കും. ഇതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ബറക്കത്തുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകില്ല എന്നല്ല, ബറക്കത്തുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നമ്മെ തകർക്കില്ല. ബറക്കത്തുള്ള വീട്ടിൽ വഴക്ക് വരും, പക്ഷേ മാപ്പുണ്ടാകും. ബറക്കത്തുള്ള വീട്ടിൽ കഷ്ടത വരും, പക്ഷേ ഒരുമിച്ചു പിടിച്ചു നിൽക്കും. അതിനാൽ നമ്മൾ വിവാഹത്തിൽ ചോദിക്കേണ്ട ഏറ്റവും വലിയ ദുആ ഇതായിരിക്കണം: യാ അല്ലാ, എനിക്ക് വലിയ ജീവിതം വേണ്ട, എനിക്ക് ബറക്കത്തുള്ള ജീവിതം മതി. ഇനി വരുന്ന ഭാഗങ്ങളിൽ ആ ബറക്കത്ത് വിവാഹത്തിലേക്ക് കൊണ്ടുവരുന്ന 5 പ്രധാന നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിബന്ധന 1: ഈമാൻ അടിസ്ഥാനമാക്കിയുള്ള വിവാഹം. വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യൻ സാധാരണയായി ആദ്യം നോക്കുന്നത് രൂപം, വിദ്യാഭ്യാസം, ജോലി, കുടുംബ സ്റ്റാറ്റസ്. ഇവയെല്ലാം തെറ്റാണെന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷേ ഇസ്ലാം പറയുന്നത് ഇതൊന്നും അടിസ്ഥാനമല്ല, ഇതൊക്കെ അലങ്കാരം മാത്രം. അടിസ്ഥാനം ഒന്നാണ്: ഈമാൻ. ഈമാൻ എന്നത് നമസ്കാരം ചെയ്യുന്നത് മാത്രമല്ല, ഈമാൻ എന്നത് അല്ലാഹുവിനെ ജീവിതത്തിന്റെ കേന്ദ്രത്തിലാക്കുക എന്നതാണ്. ഈമാനുള്ള ഒരാൾ തെറ്റു ചെയ്യാം, പക്ഷേ തെറ്റിൽ തുടരാൻ ഇഷ്ടപ്പെടില്ല. വഴക്കുവരാം, പക്ഷേ അനീതി ചെയ്യാൻ പേടിക്കും. ദേഷ്യം വരാം, പക്ഷേ അല്ലാഹുവിന്റെ ഭയം അവന് നിയന്ത്രിക്കും. ഇതാണ് ഈമാനുള്ള പങ്കാളിയുടെ യഥാർത്ഥ സൗന്ദര്യം. ഈമാൻ അടിസ്ഥാനമാക്കിയുള്ള വിവാഹത്തിൽ ഭർത്താവിനൊരു ബോധമുണ്ടാകും: ഞാൻ ഈ സ്ത്രീയോട് പെരുമാറുന്നത് അല്ലാഹു കാണുന്നുണ്ട്. ഭാര്യയ്ക്കും ഒരു ബോധമുണ്ടാകും: ഞാൻ ഈ പുരുഷനോട് പെരുമാറുന്നത് അല്ലാഹുവിന് ഉത്തരം പറയേണ്ട കാര്യമാണ്. ഈ ബോധമുണ്ടെങ്കിൽ ക്യാമറ വേണ്ട, സാക്ഷി വേണ്ട, നിയമം വേണ്ട, ഹൃദയം തന്നെ കാവലാളിയാകും. ഈമാനില്ലാത്ത വിവാഹത്തിൽ നിയമങ്ങളുണ്ടാകും, വാഗ്ദാനങ്ങളുണ്ടാകും, കരാറുകളുണ്ടാകും, പക്ഷേ അല്ലാഹുവിന്റെ ഭയമില്ലെങ്കിൽ എല്ലാം പേപ്പറിൽ മാത്രം. ഈമാനുള്ള വീട്ടിൽ നമസ്കാരം ചിലപ്പോൾ വൈകാം, ഖുർആൻ ചിലപ്പോൾ കുറയാം, പക്ഷേ അല്ലാഹുവിനെ മറക്കുന്ന ദിനമുണ്ടാകില്ല. ഈമാനുള്ള പങ്കാളി തന്റെ ഭാര്യയെ സ്വത്തുപോലെ കാണില്ല, അമാനത്ത് പോലെ കാണും. തന്റെ ഭർത്താവിനെ ബോസ് പോലെ കാണില്ല, കാവൽക്കാരൻ പോലെ കാണും. അമാനത്ത് ബോധമുള്ളിടത്ത് അക്രമം നിലനിൽക്കില്ല. ഈമാൻ അടിസ്ഥാനമാക്കിയുള്ള വിവാഹം പരിപൂർണത വാഗ്ദാനം ചെയ്യുന്നില്ല, പക്ഷേ മാപ്പു ചെയ്യാനുള്ള മനസ്സ് ഉറപ്പു നൽകുന്നു. ഇതാണ് ബറക്കത്തിന്റെ ആദ്യവാതിൽ. നിബന്ധന 2: ഹലാൽ വരുമാനം. വിവാഹജീവിതത്തിൽ പലരും ഏറ്റവും അധികം പേടിക്കുന്ന വിഷയമെന്താണ്? പണം. വരുമാനം പോരാ, ചെലവ് കൂടുന്നു, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പ്രധാന സത്യം: പ്രശ്നം പണം കുറവാണെന്നല്ല, പ്രശ്നം പണത്തിന്റെ വഴി തെറ്റിയതാണ്. ഹലാൽ വരുമാനമെന്നത് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന തുകയല്ല. ഹലാൽ വരുമാനമെന്നത് അല്ലാഹുവിന്റെ അനുമതിയോടെ വീട്ടിലേക്ക് കടക്കുന്ന പണമാണ്. ഒരു വീടിന്റെ അടുപ്പിൽ ആദ്യമായി കയറുന്ന പണം ഹലാലാണെങ്കിൽ ആ വീട്ടിൽ ആദ്യമായി കയറുന്നത് ബറക്കത്താണ്. ഹറാം വഴി വന്ന പണം വീട് അലങ്കരിക്കും, പക്ഷേ
ഹൃദയം തകർക്കും. ഹറാം വഴി വന്ന പണം സുഖസൗകര്യം നൽകും, പക്ഷേ സമാധാനം കവർന്നെടുക്കും. ഹലാൽ വഴി വന്ന പണം കുറവായിരിക്കാം, പക്ഷേ അതിൽ വിശപ്പുണ്ടാകില്ല. ഹലാൽ വഴി വന്ന പണം വലിയതാകണമെന്നില്ല, പക്ഷേ അത് മതിയാകും. ഇതാണ് ബറക്കത്തിന്റെ രഹസ്യം. ഹലാൽ വരുമാനമുള്ള വീട്ടിൽ ദുആഹ് ഉയരും. ഹറാം വരുമാനമുള്ള വീട്ടിൽ ദുആഹ് മുട്ടപ്പെടും. കാരണം ഒരു മനുഷ്യൻ ഹറാം കഴിച്ചുകൊണ്ട് ഹലാൽ ഫലം പ്രതീക്ഷിക്കുന്നത് തന്നെ വിരോധാഭാസമാണ്. ഹലാൽ വരുമാനമെന്നത് ജോലിയിലെ പേരല്ല, അത് ഒരു മനോഭാവമാണ്. ചീറ്റ് ചെയ്യാതെ, കള്ളം പറയാതെ, വഞ്ചിക്കാതെ, അന്യായം ചെയ്യാതെ ഇങ്ങനെ സമ്പാദിക്കുന്ന ഓരോ രൂപയും വിവാഹജീവിതത്തിലേക്ക് ശാന്തി കൊണ്ടുവരുന്നു. ഹലാൽ വരുമാനമുള്ള ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ വെറും പണം കൊണ്ടുവരുന്നില്ല, അവൻ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുവരുന്നു. ഹലാൽ വരുമാനമുള്ള ഭാര്യ വീട്ടിലെ പണം ഉപയോഗിക്കുമ്പോൾ വെറും ചെലവ് ചെയ്യുന്നില്ല, അവൾ ബറക്കത്ത് സംരക്ഷിക്കുന്നു. അതിനാൽ നമ്മൾ ചോദിക്കേണ്ട ദുആ ഇതാണ്: യാ അല്ലാഹ്, എന്റെ റിസ്ക് വർദ്ധിപ്പിക്കണമേ എന്നല്ല, യാ അല്ലാഹ്, എന്റെ റിസ്കിനെ ഹലാലാക്കണമേ എന്നതാണ്. ഇതാണ് ബറക്കത്തുള്ള വിവാഹത്തിന്റെ രണ്ടാമത്തെ നിബന്ധന. നിബന്ധന 3: പരസ്പര അവകാശബോധം. പല വിവാഹങ്ങളും തകരുന്നത് വലിയ സംഭവങ്ങൾ കൊണ്ടല്ല, ചെറിയ കാര്യങ്ങൾ നീണ്ടകാലം സമാധാനമില്ലാതെ കൂട്ടിച്ചേർന്നതുകൊണ്ടാണ്. അത് തുടങ്ങുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്: എനിക്ക് എന്ത് കിട്ടുന്നു? ഈ ചിന്ത ശക്തമായാൽ വിവാഹം ഒരു മത്സരമാകും. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ചിന്ത ഇതാണ്: ഞാൻ എന്ത് നൽകണം? പരസ്പര അവകാശബോധമെന്നത് നിയമപുസ്തകത്തിലെ ലിസ്റ്റല്ല, അത് ഹൃദയത്തിലുള്ള ഉത്തരവാദിത്വമാണ്. ഭർത്താവ് ചിന്തിക്കണം: ഈ സ്ത്രീ എന്റെ വീട്ടിലേക്ക് വന്നത് എന്റെ സേവികയായല്ല, എന്റെ അമാനത്തായാണ്. ഭാര്യ ചിന്തിക്കണം: ഈ പുരുഷൻ എന്റെ ജീവിതത്തിൽ വന്നത് എന്റെ ശത്രുവായല്ല, എന്റെ കാവൽക്കാരനായാണ്. ഇവിടെ നിന്ന് പെരുമാറ്റം മാറും, ശബ്ദത്തിന്റെ താളം മാറും, വാക്കുകളുടെ രുചി മാറും, വാക്കിനു മുൻപ് ചിന്തയുണ്ടാകും. പരസ്പര അവകാശബോധമുള്ള വീട്ടിൽ വഴക്കില്ലാതാകില്ല, പക്ഷേ വഴക്ക് അപമാനമായി മാറില്ല. വേദനയുണ്ടാകും, പക്ഷേ അവഹേളനമുണ്ടാകില്ല. ഇത് വലിയ വ്യത്യാസമാണ്. പരസ്പര അവകാശബോധമുള്ള ദമ്പതികൾ പരസ്പരം തിരുത്തും, പക്ഷേ പൊതുവേദിയിൽ നാണം കെടുത്തില്ല. അസന്തോഷം പറയും, പക്ഷേ കഴുത്തറപ്പില്ല. ശ്രദ്ധിക്കുക, നമ്മൾ തെരുവിലെ ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും വാക്ക് സൂക്ഷിക്കും, പക്ഷേ വീട്ടിലെ സ്വന്തം ആളോട് എന്തു വേണമെങ്കിലും പറയും. ഇതാണ് പല വീടുകളുടെയും നാശം. പരസ്പര അവകാശബോധമുണ്ടെങ്കിൽ വീട്ടിലെ ഏറ്റവും അടുത്തവൻ ഏറ്റവും സുരക്ഷിതനാകും. ഈ ബോധം ഒരു ദിവസമുണ്ടാകുന്നതല്ല, ഇത് ദിവസേന പുതുക്കേണ്ടതാണ്. യാ അല്ലാഹ്, എന്നെ എന്റെ പങ്കാളിയോട് നീതിയുള്ളവനാക്കണേ. ഈ ദുആ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിവാഹം മാറും. ഇതാണ് ബറക്കത്തുള്ള വിവാഹത്തിന്റെ മൂന്നാമത്തെ നിബന്ധന. നിബന്ധന 4: ക്ഷമയും മാപ്പും. വിവാഹത്തിൽ പലരും മനസ്സിൽ വെക്കുന്ന ഒരു രഹസ്യ പ്രതീക്ഷയുണ്ട്: എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള ഒരാളെ കിട്ടണം. പക്ഷേ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടമുള്ള ഒരു മനുഷ്യനുമില്ല, നിങ്ങളും ഉൾപ്പെടെ. അതിനാൽ ബറക്കത്തുള്ള വിവാഹത്തിന്റെ രഹസ്യം ശരിയായ ആളെ കണ്ടെത്തുന്നതിലല്ല, തെറ്റുള്ള ആളിനൊപ്പം ജീവിക്കാൻ പഠിക്കുന്നതിലാണ്. ഇവിടെയാണ് ക്ഷമയും മാപ്പും ജീവിതത്തിന്റെ ശ്വാസമായി മാറുന്നത്. ക്ഷമ എന്നത് നിശബ്ദമായി സഹിക്കുക മാത്രമല്ല, ക്ഷമ എന്നത് അല്ലാഹുവിന്റെ പേരിൽ ഹൃദയം പിടിച്ചു നിർത്തുകയാണ്. മാപ്പ് എന്നത് മറക്കലല്ല, മാപ്പ് എന്നത് വേദനയെ വിഷമാക്കാതെ വിടുതൽ നൽകുകയാണ്. ബറക്കത്തുള്ള വീട്ടിൽ തെറ്റുകൾ എണ്ണുന്നില്ല, തെറ്റുകൾ തിരുത്തുന്നു. കുറ്റങ്ങൾ സംഭരിക്കുന്നില്ല, കുറ്റങ്ങൾ കഴുകുന്നു. ഓരോ വഴക്കും ഒരു ഫയലായി സൂക്ഷിച്ചാൽ ഒരു ദിവസം വീട് തന്നെ ഓഫീസായി മാറും. ശ്രദ്ധിക്കൂ, നമ്മൾ അല്ലാഹു ദിവസേന എത്ര പാപങ്ങൾക്കായി മാപ്പ് നൽകുന്നു. നമ്മൾ അവനോട് യാ റബ്ബ്, എന്റെ തെറ്റുകൾ ഓർക്കരുതേ എന്ന് പറയുന്നു. അതേസമയം നമ്മൾ പങ്കാളിയുടെ ഒറ്റ തെറ്റും മറക്കാതെ സൂക്ഷിക്കുന്നു. ഇത് നീതിയല്ല. ക്ഷമയും മാപ്പുമുള്ള പങ്കാളി തന്റെ അഭിമാനം സംരക്ഷിക്കാൻ വിവാഹം തകർക്കില്ല, തന്റെ ഇഗോ സംരക്ഷിക്കാൻ ബന്ധം കൊല്ലില്ല. അവർ മനസ്സിലാക്കുന്നു, ഈ മനുഷ്യൻ എന്റെ ശത്രുവല്ല, എന്റെ പരീക്ഷയാണ്. പരീക്ഷയെ തോൽപ്പിക്കേണ്ടതല്ല, പരീക്ഷ പാസ്സാകണം. ചിലപ്പോൾ നിങ്ങൾ തന്നെയാണ് ആദ്യം മാപ്പു ചോദിക്കേണ്ടത്. നിങ്ങൾ തെറ്റുകാരനല്ലായിരുന്നാലും, കാരണം ലക്ഷ്യം
ഞാൻ ശരിയാണ് എന്ന് തെളിയിക്കലല്ല, ലക്ഷ്യം ബന്ധം രക്ഷിക്കലാണ്. ഇതാണ് ബറക്കത്തുള്ള വിവാഹത്തിന്റെ 4ാമത്തെ നിബന്ധന. നിബന്ധന 5: ഒരുമിച്ച് അല്ലാഹുവിലേക്കുള്ള യാത്ര. വിവാഹമെന്നത് 2 പേരുടെ യാത്രയാണ്. പക്ഷെ ചോദ്യം അത് ഏതു ദിശയിലേക്കാണ്? പണം, പേര്, സ്റ്റാറ്റസ്, സൗകര്യം ഇവയിലേക്കുള്ള യാത്ര മാത്രമാണെങ്കിൽ ആ യാത്ര ഒരിക്കൽ ശൂന്യമായി തീരും. ബറക്കത്തുള്ള വിവാഹം ലോകത്തിലേക്കുള്ള യാത്രയ്ക്കൊപ്പം ആഖിറത്തിലേക്കും പോകുന്ന യാത്രയാണ്. ഇവിടെ ഭർത്താവും ഭാര്യയും ഒരാൾ മറ്റൊരാളുടെ ഈമാൻ ബോഡിഗാർഡാണ്. ഒരാൾ തളരുമ്പോൾ മറ്റേയാൾ പിടിച്ചു നിർത്തും. ഒരാൾ അകന്നുപോകുമ്പോൾ മറ്റേയാൾ വിളിച്ചുകൊണ്ടുവരും. ഒരാൾ മറക്കുമ്പോൾ മറ്റേയാൾ ഓർമ്മിപ്പിക്കും. നമുക്ക് നമസ്കാരമുണ്ട്, നമുക്ക് ദുആ ഉണ്ട്, നമുക്ക് അല്ലാഹു ഉണ്ട്. ബറക്കത്തുള്ള വീട്ടിൽ നമസ്കാരം ഒറ്റയ്ക്കുള്ള ബാധ്യതയല്ല, വീട്ടിലെ സംസ്കാരമാണ്. ദുആ അവസാന വഴിയല്ല, ആദ്യ ആയുധമാണ്. ദീൻ സംസാരിക്കുന്നത് പ്രഭാഷണമായിട്ടല്ല, ജീവിതമായിട്ടാണ്. ശ്രദ്ധിക്കൂ, നിങ്ങൾ ആരോടൊപ്പം ജീവിക്കുന്നു എന്നതിലപ്പുറം ആരോടൊപ്പം നിങ്ങൾ മരിക്കുന്നു എന്നതാണ് പ്രാധാന്യം. കാരണം ഖബറിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂട്ടായി നിങ്ങളുടെ അമലുണ്ടാകും. അതിനാൽ ബറക്കത്തുള്ള വിവാഹത്തിൽ ഭർത്താവും ഭാര്യയും പരസ്പരം ചോദിക്കും: എനിക്ക് നീ ജന്നത്തിലേക്കുള്ള വഴി കാണിക്കുന്നുണ്ടോ? നിനക്ക് ഞാൻ ജന്നത്തിലേക്കുള്ള വഴി കാണിക്കുന്നുണ്ടോ? ഒരാൾ മറ്റേയാളെ ദീനിൽ ഉയർത്തുമ്പോൾ അല്ലാഹു 2 പേരെയും ഉയർത്തും. ഒരാൾ മറ്റേയാളെ ദീനിൽ തള്ളുമ്പോൾ അല്ലാഹു 2 പേരെയും ചോദ്യം ചെയ്യും. ഇതാണ് സത്യം. ഒരേ കിടക്കയിൽ ഉറങ്ങുന്നതിലും വലിയ നേട്ടമാണ് ഒരേ കിബിലയിലേക്ക് ഹൃദയം തിരിയുന്നത്. ഇതാണ് ബറക്കത്തുള്ള വിവാഹത്തിന്റെ 5ാമത്തെ നിബന്ധന. ഒരു ആഴമുള്ള സൂഫി കഥ. ഒരു ഗ്രാമത്തിൽ അഹ്മദ് എന്ന പേരുള്ളൊരു യുവാവ് ജീവിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു. ചെറിയൊരു കുടിലിൽ താമസം. വലിയ ജോലിയില്ല, വലിയ സമ്പാദ്യമില്ല. പക്ഷേ അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ ഓരോ ഫജറിനും ശേഷം പള്ളിയിലിരുന്നു പറയും: യാ അല്ലാഹ്, എനിക്ക് വലിയ സമ്പത്ത് വേണ്ട, എനിക്ക് വലിയ പദവി വേണ്ട, എന്റെ ജീവിതത്തിൽ നിന്റെ ബറക്കത്ത് മാത്രം മതി. ഒരു ദിവസം ഗ്രാമത്തിലെ ആളുകൾ അവനോട് ചോദിച്ചു: നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ സമ്പാദ്യം വേണം, വീട് വേണം, പണം വേണം. ഇതൊന്നുമില്ലാതെ നീ എങ്ങനെ വിവാഹം ചെയ്യും? അഹ്മദ് പുഞ്ചിരിച്ചു പറഞ്ഞു: എനിക്ക് പണമില്ല, പക്ഷേ എനിക്ക് റബ്ബുണ്ട്. അവൻ വിവാഹം കഴിച്ചു. വലിയ മഹറില്ല, വലിയ സദ്യയില്ല, വലിയ ആഘോഷമില്ല. ചെറിയ നിക്കാഹ്, ചെറിയ ദുആഹ്, വലിയ തവക്കുല്. വിവാഹത്തിനു ശേഷം അവരുടെ ജീവിതം എളുപ്പമായില്ല. ചില ദിവസങ്ങളിൽ വീട്ടിൽ ഭക്ഷണം കുറവായിരുന്നു. പക്ഷേ വീട്ടിൽ ഒരിക്കലും കലഹമുണ്ടായില്ല. ഒരു രാത്രി അഹ്മദിന്റെ ഭാര്യ പറഞ്ഞു: നമുക്ക് ഭക്ഷണം കുറവാണ്, പക്ഷേ എനിക്ക് മനസ്സിൽ ശാന്തിയുണ്ട്. ഇതെവിടെ നിന്ന് വരുന്നു? അഹ്മദ് പറഞ്ഞു: ഇത് അടുക്കളയിൽ നിന്നല്ല, ഇത് അക്കൗണ്ടിൽ നിന്നല്ല, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. വർഷങ്ങൾ കഴിഞ്ഞു. അഹ്മദിന് നല്ല ജോലി ലഭിച്ചു, വീട് വലുതായി, വരുമാനം കൂടി. പക്ഷേ അവൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല ഇതെന്റെ കഴിവ്. അവൻ എല്ലായ്പ്പോഴും പറഞ്ഞു: ഇതെന്റെ റബ്ബിന്റെ ബറക്കത്ത്. ഒരു സൂഫി ഷെയ്ഖ് ഗ്രാമത്തിലേക്ക് വന്നു. അവർ ആളുകളോട് ചോദിച്ചു: ഈ ഗ്രാമത്തിൽ സമ്പന്നനാരാണ്? ആളുകൾ ഒരു വലിയ ബിസിനസ്സുകാരനെ കാണിച്ചു. ഷെയ്ഖ് പറഞ്ഞു: അല്ല. അവൻ വീണ്ടും ചോദിച്ചു: ഈ ഗ്രാമത്തിൽ സന്തോഷവാനാരാണ്? ആളുകൾ അഹ്മദിന്റെ വീട്ടിലേക്കാണ് കാണിച്ചത്. ഷെയ്ഖ് പറഞ്ഞു: ഇവനാണ് യഥാർത്ഥ സമ്പന്നൻ. കാരണം ഇവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. ബറക്കത്തുണ്ടെങ്കിൽ കുറവനുഭവപ്പെടില്ല. പണമുണ്ടെങ്കിൽ സന്തോഷമുറപ്പില്ല. പക്ഷേ ബറക്കത്തുണ്ടെങ്കിൽ സന്തോഷമുറപ്പാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹം ബറക്കത്താകാൻ വലിയ ബാങ്ക് ബാലൻസ് വേണ്ട, വലിയ ഹാൾ വേണ്ട, വലിയ സോഷ്യൽ സ്റ്റാറ്റസ് വേണ്ട. വേണ്ടത് ഈമാൻ, തവക്കുൽ, ശുദ്ധഹൃദയം. വിവാഹത്തിലെ ബറക്കത്ത് നശിപ്പിക്കുന്ന കാര്യങ്ങൾ. ചില വിവാഹങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സമ്പൂർണം പോലെ തോന്നും. പക്ഷേ അകത്ത് ശാന്തിയില്ല, സുഖമില്ല, തൃപ്തിയില്ല. കാരണം പലപ്പോഴും പ്രശ്നം ആളുകളിലല്ല, ബറക്കത്ത് പതുക്കെ ചോർന്നു പോകുന്ന സ്വഭാവങ്ങളിലാണ്. ഇനി ശ്രദ്ധിക്കൂ. 1. നന്ദിയില്ലായ്മയുടെ സംസ്കാരം. നേട്ടങ്ങൾ കാണാതെ കുറവുകൾ മാത്രം കാണുന്ന ശീലം. ചെയ്ത 100 നല്ല കാര്യങ്ങൾ മറക്കുന്നു, ചെയ്യാതിരുന്ന ഒരു കാര്യം വലുതാക്കുന്നു. നന്ദിയില്ലാത്ത വീട്ടിൽ ബറക്കത്ത് താമസിക്കില്ല. വാക്കുകളിലെ കഠിനത. കത്തി പോലെ വാക്കുകൾ, പരിഹാസം, താഴ്ത്തി പറയൽ.
വാക്കുകൾ കൊണ്ട് ഹൃദയം മുറിച്ചാൽ അവിടെ ശാന്തിയുണ്ടാകില്ല. ബറക്കത്ത് മൃദുവായ നാവിനെ സ്നേഹിക്കുന്നു. താരതമ്യരോഗം. അവളുടെ ഭർത്താവിങ്ങനെ, അവന്റെ ഭാര്യ അങ്ങനെ. ഈ വാചകങ്ങൾ വിവാഹത്തെ പതുക്കെ കൊല്ലും. താരതമ്യം കൃതജ്ഞതയുടെ ശത്രുവാണ്. രഹസ്യങ്ങൾ പുറത്തുപറയൽ. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്വകാര്യ പ്രശ്നങ്ങൾ മൂന്നാമനോട് പറയൽ. ഇത് വിവാഹത്തിന്റെ മര്യാദയെ കൊല്ലും. മര്യാദ പോയാൽ ബറക്കത്ത് പോകും. പാപങ്ങളെ ചെറുതായി കാണൽ. കണ്ണിന്റെ പാപം, നാവിന്റെ പാപം, ചാറ്റുകളുടെ പാപം, ഹൃദയത്തിന്റെ പാപം. ചെറുതെന്നു കരുതിയ പാപങ്ങൾ വലിയ നഷ്ടം വരുത്തും. ദുആ നിർത്തുക. ആരംഭത്തിൽ ഒരുപാട് ദുആ, പിന്നീട് ഒന്നുമില്ല. ദുആ നിൽക്കുമ്പോൾ സഹായവും നിൽക്കും. അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്. എനിക്കിങ്ങനെ തന്നത് അല്ലാഹുവാണ്. ഈ ചിന്ത ഈമാൻ ക്ഷയിപ്പിക്കും. ഈമാൻ ക്ഷയിച്ചാൽ ബറക്കത്ത് ക്ഷയിക്കും. അഹങ്കാരം. ഞാനാണ് ശരി, ഞാനാണ് വലിയവൻ. അഹങ്കാരമുള്ളിടത്ത് റഹ്മത്ത് നിൽക്കില്ല. നന്ദിയുള്ളതിനെ സാധാരണമാക്കി കാണൽ. ഭക്ഷണം, വീട്, ആരോഗ്യം, ജീവിത പങ്കാളി ഇവയെ സാധാരണയായി കണ്ടാൽ അനുഗ്രഹം അദൃശ്യമാകും. ബന്ധം രക്ഷിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇങ്ങനെ തന്നെ ഇരിക്കും, മാറില്ല. ഈ മനോഭാവം വിവാഹത്തെ മരവിപ്പിക്കും. ബറക്കത്ത് ശ്രമിക്കുന്ന ഹൃദയത്തോടാണ്. ബറക്കത്ത് വർദ്ധിപ്പിക്കുന്ന ചെറിയ അമലുകൾ. ബറക്കത്തുണ്ടാകാൻ വലിയ വലിയ അമലുകൾ മാത്രം ചെയ്യേണ്ടതില്ല. അല്ലാഹുവിന് ചെറുതും സ്ഥിരവുമായ അമലുകളാണ് ഏറ്റവും പ്രിയം. ഇനി ശ്രദ്ധിക്കൂ. 1. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക. വീട് ശൂന്യമായാൽ പോലും സലാം പറയുക. ഈ വീട്ടിൽ സലാം പതിവായാൽ ശൈത്താൻ പുറത്താകും. ശൈത്താൻ പുറത്തായാൽ ബറക്കത്ത് അകത്തുവയറും. 2. വീട്ടിൽ ഖുർആൻ ശബ്ദം കേൾപ്പിക്കുക. വായിച്ചാലും റെക്കോർഡ് പ്ലേ ചെയ്താലും. ഖുർആൻ മുഴങ്ങുന്ന വീട്ടിൽ ഇരുട്ട് നിലനിൽക്കില്ല. ഇരുട്ടു പോകുമ്പോൾ ശാന്തി വരും. 3. ചെറിയ നന്ദി വാക്കുകൾ. നന്ദി, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ വളരെ ലളിതം, പക്ഷേ ബറക്കത്ത് വിളിച്ചുവരുത്തും. 4. ഭക്ഷണം പങ്കിടുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. മറ്റുള്ളവരുമായി പങ്കിടുക. ഭക്ഷണത്തിൽ പങ്കിടലുണ്ടെങ്കിൽ അളവിൽ കുറവുണ്ടായാലും തൃപ്തി കൂടുതലാകും. 5. വീട്ടിൽ കയറിറങ്ങുമ്പോൾ ദുആ. പുറത്തുപോകുമ്പോൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുക. വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുക. ഇത് ദിവസത്തെ മുഴുവൻ സുരക്ഷാ കവചമാക്കും. 6. ഉറങ്ങുന്നതിനു മുമ്പ് പരസ്പരം ദുആ. ഭർത്താവ് ഭാര്യയ്ക്കായി, ഭാര്യ ഭർത്താവിനായി. ഹൃദയത്തിൽ നിന്നുള്ള ദുആ മിണ്ടാതെ ബറക്കത്തൊഴുക്കും. 7. ആഴ്ചയിലൊരിക്കൽ നന്ദി സംസാരിക്കൽ. ഒരു ദിവസം നിശ്ചയിക്കുക. ഈ ആഴ്ച നീ ചെയ്തതിൽ എനിക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ. ഇത് ബന്ധം പുതുക്കും, ബറക്കത്ത് വർദ്ധിപ്പിക്കും. 8. ചെറിയ സ്വതക്ക വീട്ടിൽ നിന്ന് തന്നെ. വലിയ തുക ആവശ്യമില്ല. ചെറിയ നാണയം, ചെറിയ ഭക്ഷണം, ചെറിയ സഹായം. വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സ്വതക്ക വീട്ടിലേക്ക് വലിയ അനുഗ്രഹം കൊണ്ടുവരും. പ്രശ്നസമയത്ത് മൗനം പഠിക്കുക. ഉടൻ പ്രതികരിക്കാതിരിക്കുക. മൗനം പല പാപവാക്കുകളും തടയും. പാപം കുറഞ്ഞാൽ ബറക്കത്ത് കൂടും. ദിനാവസാനം അല്ലാഹുവിനെ സ്മരിക്കുക. 1 മിനിറ്റ്, 2 മിനിറ്റ്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ദിവസം ഇങ്ങനെ അവസാനിപ്പിച്ചാൽ അടുത്ത ദിവസം ബറക്കത്തോടെ തുടങ്ങും. വിവാഹം വിജയിച്ചതെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? സമൂഹം പറയുമോ? അയൽവാസികൾ പറയുമോ? സോഷ്യൽ മീഡിയ പറയുമോ? അല്ല. വിവാഹം വിജയിച്ചതെന്ന് പറയുക അല്ലാഹുവാണ്. ഇന്നത്തെ ലോകം വിവാഹത്തെ ഒരു ഉപഭോഗബന്ധമായി മാറ്റി. ഇസ്ലാം വിവാഹത്തെ ഒരു അമാനത്തായി പഠിപ്പിച്ചു. നിങ്ങൾക്ക് കിട്ടിയ ജീവിത പങ്കാളി നിങ്ങളുടെ പരീക്ഷയാണ്. നിങ്ങൾക്ക് നൽകിയ ജീവിത പങ്കാളി നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയുമാണ്. നിങ്ങൾ ഭർത്താവിനോടോ ഭാര്യയോടോ ചെയ്യുന്ന ഓരോ നന്മയും പുണ്യമായി എഴുതപ്പെടുന്നു. നിങ്ങൾ മാപ്പു നൽകുമ്പോൾ അത് സദഖയായി എഴുതപ്പെടുന്നു. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അത് ഉയർന്ന പദവിയായി മാറുന്നു. അതിനാൽ ചോദിക്കൂ, ഞാൻ എന്റെ ജീവിത പങ്കാളിക്ക് ശാന്തി നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ ഭാരം കൂട്ടുന്നുണ്ടോ? ഞാൻ അവനെ അവളെ അല്ലാഹുവിനോട് അടുക്കാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് അകറ്റുന്നുണ്ടോ? ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം മതിയാകും. സംസാരത്തിൽ സൗമ്യത, പ്രതികരണത്തിൽ സബർ, വാക്കുകളിൽ ആദരം, പ്രവൃത്തിയിൽ സത്യസന്ധത. ഈ ചെറിയ മാറ്റങ്ങൾ ചേർന്നാൽ വലിയ ബറക്കത്തായി മാറും. ഓർമ്മിക്കുക, നിങ്ങളുടെ വിവാഹം പൂർണ്ണമാകേണ്ട, പക്ഷേ
ശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ബന്ധം ആഡംബരമായിരിക്കേണ്ട, പക്ഷേ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ളതായിരിക്കണം. അല്ലാഹു നമ്മുടെ വിവാഹങ്ങളെ തന്റെ സ്നേഹത്തിന്റെ കീഴിൽ സുരക്ഷിതമാക്കട്ടെ. നമ്മുടെ വീടുകളെ ശാന്തിയുടെ ഇടങ്ങളാക്കട്ടെ. നമ്മെയെല്ലാവരെയും പരസ്പരം ജന്നത്തിലേക്ക് നയിക്കുന്നവരാക്കട്ടെ. ആമീൻ. കുറച്ചു സമയത്തിനുള്ളിൽ കൂടുതൽ അറിവ് എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. ഈ വീണിതനെയും കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക എന്നപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.